بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله العلي العظيم ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد وعلى آله وصحبه أجمعين. أما بعد، قال الله تعالى: الرجال قوامون على النساء بما فضل الله بعضهم على بعض. قال رسول الله صلى الله عليه وسلم: استوصوا بالنساء خيرا. ബഹുമാന്യരായ സാദാത്തുക്കൾ, ഉലമാക്കൾ, പ്രഗൽഭ വ്യക്തികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് ഈ പ്രദേശത്തും പരിസരത്തുമുള്ള പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന വിമൻസ് കോളേജ്. ഇതിന്റെ പ്രാധാന്യം ഞാൻ പറഞ്ഞ് അറിയിക്കേണ്ടതില്ല. ചിന്തിക്കുന്നവർക്ക് അറിയാം. അല്ലാഹു തആല മനുഷ്യരെ രണ്ട് വിഭാഗമായി സൃഷ്ടിച്ചു. ആദം നബി അലൈഹിസ്സലാമിനെ ആദ്യമായി പടച്ചു. ആദം നബിയുടെ വാരിയല്ലിൽ നിന്ന്, വളഞ്ഞ വാരിയല്ലിൽ നിന്ന് സ്ത്രീകളെയും പടച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഭർത്താക്കളോട്: ഭർത്താക്കന്മാരെ, നിങ്ങളെ ഭാര്യമാരിൽ നിന്ന് വല്ല തെറ്റുകളോ അബദ്ധങ്ങളോ സംഭവിച്ചു പോയാൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കണം, അവരെ നേരെയാക്കിയെടുക്കണം. എന്നിട്ട് അള്ളാഹു പറയുന്നു, അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, നേരെയാക്കാൻ നല്ല പെട്ടെന്ന് നേരെയാക്കാൻ ഉദ്ദേശിച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോകും. വളഞ്ഞ വാരിയല്ലിൽ നിന്നാണല്ലോ പടച്ചത് എന്ന് പറഞ്ഞാൽ, ചില സ്ത്രീകൾക്ക് സ്വഭാവം കുറഞ്ഞവരുണ്ടാവും. സ്വഭാവം നല്ല, വളരെ അധികം വിനയമുള്ളവരും അങ്ങേയറ്റം ഭർത്താക്കന്മാരെ അനുസരിക്കുന്നവരും ഭർത്താക്കന്മാർക്ക് വേണ്ടി എന്ത് കഷ്ടപ്പാടുകളും അനുഭവിക്കാൻ, സഹിക്കാൻ തയ്യാറാകുന്നവരുമാണ് അധിക സ്ത്രീകളും. പക്ഷെ ചില സ്ത്രീകൾ മാത്രം ഭർത്താവിന്റെ മേൽ ഭരണം നടത്തുകയും ഭർത്താവിനെ അടിച്ചമർത്തുകയും ഭർത്താവിന് വഴിപ്പെടാതെ വളഞ്ഞു തിരിഞ്ഞു നടക്കുകയും ചെയ്യുന്ന സ്ത്രീകൾ ഉണ്ടാകും. അവരെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, പെട്ടെന്ന് അവരെ വളവ് തീർത്താൻ നോക്കണ്ട. അവർ വളഞ്ഞ എല്ലുകൊണ്ട് പടക്കപ്പെട്ടതായതിനാൽ ചെറിയ വളവ് അവരിലുണ്ടാകും. അത് മെല്ലെ മെല്ലെ നിവർത്തിയെടുക്കണം, അല്ലെങ്കിൽ തലാക്ക് ചെല്ലേണ്ടി വരും എന്നർത്ഥം. അങ്ങനെ തലാക്ക് ചെല്ലാതെ ഇരിക്കണം. അതുകൊണ്ട് വളരെ സമാധാനപരമായി തന്ത്രത്തിലൂടെ, ഹിക്മത്തിലൂടെ അത്തരം സ്ത്രീകളെയും നല്ലവരാക്കിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം എന്ന്
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സ്ത്രീയും പുരുഷനും സമമാണെന്നും പുരുഷന്മാര് പോകുന്ന എല്ലാ സ്ഥലത്തും സ്ത്രീകൾക്കും പോകാമെന്നും വാദിക്കുന്ന ചില വിവരദോഷികളുണ്ട്. ഒരിക്കലും ഇസ്ലാം അതിനെ അനുവദിക്കുന്നില്ല, ബുദ്ധിയും അനുവദിക്കുന്നില്ല, യുക്തിയും അനുവദിക്കുന്നില്ല. സ്ത്രീകൾ എപ്പോഴും രംഗത്തു വരാതെ പർദ്ദധാരികളായി വീട്ടിൽ ഒതുങ്ങി ജീവിക്കണമെന്നാണ് ഇസ്ലാമിന്റെ ശാസന. അഥവാ നിർബന്ധിതാവസ്ഥയിൽ ജോലിക്ക് പോകാനോ മറ്റ് ആവശ്യങ്ങൾക്ക് പോകാനോ ഉണ്ടെങ്കിൽ അത് പോകാം. പക്ഷേ അതിന് നിബന്ധനകൾ ധാരാളമാണ്. പർദ്ദധാരികളായിരിക്കണം, അന്യ പുരുഷനോടുകൂടി ഒറ്റക്ക് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പാടില്ല. അങ്ങനെയെല്ലാം ഇസ്ലാമിന്റെ നിയമമുണ്ട്. സ്ത്രീകളെ വളർത്തണമെന്ന്, സ്ത്രീകളെ സംരക്ഷിക്കണമെന്നും ഇസ്ലാം വളരെ ശക്തിയായി പഠിപ്പിച്ചു. അർരിജാലു ഖവ്വാമൂന അലൻ നിസാഇ ബിമാ ഫദ്ദലല്ലാഹു ബഅ്ദഹും അലാ ബഅദ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് ശ്രേഷ്ഠതയുണ്ട് എന്ന കാരണം കൊണ്ട് സ്ത്രീകൾക്ക് ആവശ്യമായതെല്ലാം പുരുഷന്മാരെ നിങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് അവരെ നിയന്ത്രിക്കുകയും ഭരിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എത്രത്തോളമാണ് സ്ത്രീകളോട് കരുണ കാണിക്കാനും ഗുണം ചെയ്തു കൊടുക്കാനും ഇസ്ലാം കൽപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? അല്ലാഹുവിന്റെ ഹബീബ് വഫാത്തിനോട് അടുത്ത സമയം, മൗത്തിനോട് അടുത്ത സമയം ഇസ്തൗസൂ ബിന്നിസാഇ ഖൈറാ എന്ന് പറഞ്ഞു. എന്താണ് ഇതിന്റെ അർത്ഥം? മലയാള ഭാഷയിൽ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തിക്ക് 1,00,000 രൂപ വേണം കടം. ഒരാളെടുക്ക ചെന്ന് പെട്ടെന്ന് ഞാൻ 1,00,000 രൂപ കടത്തിന് വന്നതാണ്, എനിക്ക് തരണം എന്ന് പറയുന്ന വാക്കും, ചെന്ന ഉടനെ ഞാൻ ഒരു കാര്യം പറയാനാണ് വന്നത് കേട്ടോ, അത് നിങ്ങൾ തള്ളിക്കളയരുത്. എന്താ പറയൂ? ഞാൻ പറയാം, നിങ്ങളൊരിക്കലും അത് തള്ളിക്കളയരുത്. വളരെ വിനയത്തോടു കൂടി ഞാൻ ചോദിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ ശേഷം എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് 1,00,000 രൂപ കടം തരണം എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആദ്യത്തത് പെട്ടെന്ന് വന്നിട്ട് 1,00,000 രൂപ വേണമെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ കൊടുത്തോളന്നില്ല. രണ്ടാമത് പറഞ്ഞത് വിനയമുള്ളത് കൊണ്ട് കൊടുത്തേക്കാം. അതുപോലെ ഊസീക്കും ബിൻ നിസാഇ ഖൈറാ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് ഗുണം ചെയ്യണമെന്നേ ഉള്ളൂ. ഇസ്തൗസൂ ബിൻ നിസാഇ ഖൈറൻ. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്ത്രീകളോട് കാണിക്കുന്ന കരുണയും സ്ത്രീകളോട് കാണിക്കുന്ന സ്നേഹവും കണ്ടോ നിങ്ങൾ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഓ പുരുഷന്മാരെ, സ്ത്രീകൾക്ക് ഗുണം ചെയ്തു കൊടുക്കണമെന്ന ഒരു വസിയ്യത്ത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു, അത് നിങ്ങൾ തള്ളിക്കളയരുത് കേട്ടോ. കണ്ടോ? സ്ത്രീകൾക്ക് ഗുണം ചെയ്യണമെന്ന വസിയ്യത്ത് ഞാൻ നിങ്ങളോട് ചെയ്യുന്നു, അത് നിങ്ങൾ തള്ളിക്കളയരുത്, അത് നിങ്ങൾ സ്വീകരിക്കണം. എത്ര വിനയത്തോടുകൂടിയാണ് പറയുന്നത്! അതെന്തുകൊണ്ട്? സ്ത്രീകൾ
ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്ക് പല വിധത്തിലുള്ള മഹത്വങ്ങളും ഉണ്ട്. സ്ത്രീകൾക്ക് കഴിയാത്ത നിരവധി പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ പുരുഷന്മാർക്ക് കഴിയും. പുരുഷന്മാർക്ക് കഴിയുന്നത് എല്ലാം സ്ത്രീകൾക്ക് കഴിയണമെന്നില്ല. അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് അങ്ങേയറ്റം കരുണ കാണിക്കണം, ദയ കാണിക്കണം, സ്നേഹം കാണിക്കണം, അവർക്ക് ഗുണം ചെയ്തു കൊടുക്കണം എന്ന് അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു. ഈ ഗുണത്തിൽപ്പെട്ടതാണ് സ്ത്രീകളെ പഠിപ്പിക്കുക. അവർക്ക് മതഭൗതിക സാങ്കേതിക സമുന്നയ വിദ്യാഭ്യാസം നൽകി അവർ ശറഇന്റെ നിയമമനുസരിച്ചുകൊണ്ട് വല്ല ജോലിയും ചെയ്യുകയാണെങ്കിൽ അതിന് സൗകര്യമാക്കി കൊടുക്കാം. അതേസമയത്ത് ജോലി ഇല്ലാതെ ഇരിക്കുന്നുവെങ്കിലും ഭർത്താവിന് എങ്ങനെയാണ് അനുസരിക്കേണ്ടത്, കുട്ടികളെ എങ്ങനെയാണ് വളർത്തേണ്ടത്, മക്കളെ പോറ്റേണ്ടത് എങ്ങനെയാണ് എന്ന കാര്യവും സ്ത്രീകൾക്ക് പ്രത്യേകമായി പഠിപ്പിച്ചു കൊടുക്കണം. ഹോം സയൻസ് ഇന്ന് പ്രത്യേക ആധുനിക രീതിയിൽ വീട് ഭരണം സ്ത്രീകൾക്ക് നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്ഥാപനങ്ങളിലുമെല്ലാം ഹോം സയൻസ് എന്ന പേരിൽ നാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായിരുന്നാലും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീകളെ രണ്ടാം തരം പൗരന്മാരാക്കി ചിത്രീകരിച്ചിട്ടല്ല ഇസ്ലാം നമ്മളോട് കൽപ്പിക്കുന്നത്. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകളുടെ ജീവനോടുകൂടി കുഴിച്ചു മൂടുന്ന കാലമായിരുന്നു. വൈദാ ബുശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദാ. ഏതെങ്കിലും ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അത് പെൺകുട്ടിയാണെന്ന് പറയപ്പെട്ടാൽ അവന്റെ മുഖം കറുത്തു പോവുകയും അവൻ കോപിതനാവുകയും ചെയ്തിരുന്നു. അങ്ങനെയുള്ളൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാം മാറ്റിയെടുത്തു ജനങ്ങളെ. പെൺകുട്ടികൾ ജനിക്കുന്നത് സന്തോഷമാണ്, പെൺകുട്ടികൾ ഉണ്ടാകുന്നതും സന്തോഷം തന്നെ. ആ അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. പെണ്ണുങ്ങൾക്ക് ഒരുപാട് അവകാശങ്ങൾ വെച്ചു കൊടുത്തു, വളരെയധികം ഉയർച്ച വെച്ചു കൊടുത്തു. പക്ഷേ ഭർത്താക്കന്മാർക്കാണ് അതിനേക്കാളും വലിയ സ്ഥാനമുള്ളത്. ലൗ അമർത്തു അൻ യസ്ജുദ അഹദുൻ ലിഅഹദിൻ മിനൽ ഖൽഖി ലഅമർത്തു النിസാഅ അൻ യസ്ജുദന ലിഅസ്വാജിഹിന്ന. ലഅമർത്തു النിസ്വത അൻ യസ്ജുദന ലിഅസ്വാജിഹിന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യാൻ പാടില്ല. എത്ര വലിയ മനുഷ്യനായാലും എത്ര വലിയ ശ്രേഷ്ഠനായാലും ആ വ്യക്തിക്ക് സുജൂദ് പാടില്ല. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും സുജൂദ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും സുജൂദ് സൃഷ്ടികൾക്ക് പാടില്ല. അങ്ങനെ സുജൂദ് ചെയ്യൽ അനുവദനീയമായിരുന്നുവെങ്കിൽ ഭർത്താക്കന്മാരുടെ മുമ്പിൽ സുജൂദ് ചെയ്യൽ സ്ത്രീകൾക്ക് ഞാൻ നിർബന്ധമാക്കുമായിരുന്നു. അത്രയുമധികം കടപ്പാടുകൾ ഭാര്യമാർ ഭർത്താക്കളോട് ചെയ്തു കൊടുക്കേണ്ടതുണ്ട് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ആകയാൽ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ഭർത്താക്കന്മാരെ അനുസരിക്കേണ്ടത് എങ്ങനെയാണെന്നും സന്താനങ്ങളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്നും അന്യപുരുഷന്മാരുമായി ഏത് വിധത്തിൽ മാത്രമേ ബന്ധപ്പെടാൻ പാടുള്ളൂ എന്നും അങ്ങനെയുള്ള നിയമങ്ങൾ ശറഇന്റെ നിയമം സ്ത്രീകൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശറഇന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീക്ക് ആ ജോലി ചെയ്യാനുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണം, പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് നമ്മുടെ സ്ഥാപനത്തിൽ ചെയ്യുന്നത് എന്ന് മാത്രം ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും സഹകരിക്കണം. അതിന് കുറ്റവും കുറവും പറഞ്ഞ് നടക്കുന്നതിന് പകരം നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായം ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ എതിർക്കാതിരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ഞാൻ പ്രത്യേകമായി നിങ്ങളോട് പറയുന്നു. എനിക്ക് നീട്ടി സംസാരിക്കാൻ സുഖം പോരാ.
വെയിലിന്റെ ചൂടും ഇന്ന് പകലും ഒക്കെ എത്രയോ ക്ലാസുകളെടുത്ത് യാത്ര ചെയ്ത് ദൂരം യാത്ര ചെയ്ത് വളരെ ബുദ്ധിമുട്ടിയതുകൊണ്ട് കൂടുതൽ സംസാരിക്കാൻ പ്രയാസമാണ്. ഇവിടെ ധാരാളം ആളുകൾ സംസാരിക്കാനുണ്ട്. അവരൊക്കെ സംസാരിച്ചിട്ടേ നിങ്ങൾ പോകാവൂ എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും ആയുസ്സിനെ അല്ലാഹു തആല നീട്ടിത്തരട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അല്ലാഹു അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കട്ടെ. എത്ര വലിയ ആലിമും ആബിദും സയ്യിദുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയോ? അല്ലാഹു ആലം. വലിയ സയ്യിദ് കുടുംബം, അതിന് പുറമെ ആലിം, വലിയ ആലിം, ബഹ്റായ ആലിം, താജുൽ ഉലമ എന്ന് പേര് വെക്കാൻ പറ്റിയ ആലിം, വലിയ ആബിദ്, ഇതെല്ലാം ഒരുമിച്ച് കൂടിയ തങ്ങൾ. അതുപോലെ ബഹുമാനപ്പെട്ട എം.എ. ഉസ്താദ് അവരെല്ലാം നമ്മളോട് വിട്ടുപിരിഞ്ഞു പോയി. അല്ലാഹു തആല അവരുടെ ദർജനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അല്ലാഹു തആല അഭിവൃദ്ധിപ്പെടുത്തി തരട്ടെ. ഭൂമി ഒരു സെന്റിന് 60,000 രൂപ. വളരെ വില കുറവാണല്ലോ നിങ്ങളവിടെ ഭൂമിക്ക്. ഞാന് മർക്കത്തിന് കുറച്ച് സ്ഥലം ഇവിടെ വാങ്ങട്ടെ. അവിടൊക്കെ വലിയ വിലയാണ്. ഇത് വിറ്റ ആൾ കയറിച്ചൂടണ്ട. ഇത് വിറ്റ ആള് ഞാൻ ഇത് പറയുന്നത് കൊടുത്തത് കുറഞ്ഞു പോയിന്ന് തോന്നണ്ട. 4 സെന്റ് കിട്ടി. ഇനി 1 സെന്റ് ഇയാൾ തരുമോ? ആരാ തരുക? ഒരു സെന്റ് തരാൻ ആരുണ്ട്? 1/2 സെന്റിനാളുണ്ടോ? ഉണ്ടാവോ? ഒക്കെ ഇവിടെയാ. ഇവിടെ ഇപ്പൊ പെരുമ്പൈ ഉസ്മാനോട് ചോദിച്ചൂടാ. ഇപ്പൊ ഒരു 4-5 ദിവസമായി ഞാൻ എല്ലാ ദിവസവും മൂപ്പരോട് വാങ്ങുന്നത് 10,000 5-6 സ്ഥലത്തുനിന്ന് ഇപ്പൊ വാങ്ങി. ഇനി 8 സെന്റാ? ബാക്കി 8 സെന്റ്. ആ 8 സെന്റും ഇവിടെ കിട്ടിയിരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു തആല ആ 8 സെന്റ് തന്ന സ്നേഹിതൻ എന്റെ ഏറ്റവും വലിയ സ്നേഹിതനാണ്. ബദർ മൗലൂദ് സാധാരണ മാസത്തിൽ വലുതായി നടത്തുന്ന ആളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തിനെ ഏറ്റിക്കൊടുക്കട്ടെ, ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ, ഇസ്സത്ത് കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു തആല പൂർത്തിയാക്കി കൊടുക്കട്ടെ. 48 അല്ലേ? 4,80,000. അതിന് കുറച്ച് തരും ചിലപ്പോ ആ സ്ഥലത്തിന്റെ ഉടമ അല്ലേ? 50 രൂപ കിട്ടൂലേ? അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. ارحم الراحمമായ മലിക്കുൽ മുലൂക്കായ റഹ്മാനായ റബ്ബേ, ഈ സദസ്സ് നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. ഈ കെട്ടിടം നിർമ്മിക്കാൻ ആരൊക്കെ സഹായിച്ചു സഹകരിച്ചു
എല്ലാവർക്കും നീ സഹായം നൽകണേ അല്ലാഹ്. എല്ലാവർക്കും നീ ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഭൂമി വാങ്ങാൻ സഹായിച്ചവരെ നീ സഹായിക്കണേ അല്ലാഹ്. ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. റഹ്മാനുറഹീമായ അല്ലാഹ്, എല്ലാവിധ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിച്ചു തരണം റഹ്മാനെ. ഇസ്സത്ത് നൽകണേ റഹ്മാനെ. ആഫിയത്ത് നൽകണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ഖൈറായ ഉദ്ദേശങ്ങളൊക്കെ പൂർത്തിയാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ഭാര്യമാരെയും മക്കളെയും കുടുംബങ്ങളെയും എല്ലാം നിന്റെ റഹ്മത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ചെയ്യാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. റഹ്മാനുറഹീമായ അല്ലാഹ്, ഞങ്ങളെ എല്ലാവരെയും നിന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ കൂട്ടത്തിൽ പെടുത്തി തരണം റഹ്മാനെ. പിന്നീട് ഞാൻ മഗ്‌രിബിന് ഇവിടെ എത്തിയിട്ട് ഇതുവരെ താമസിച്ചത് മർക്കസ് സഖാഫത്തി സുന്നിയയുടെ നടത്തിപ്പിന് ഇപ്പോൾ കുറച്ച് കാശ് ആവശ്യമുണ്ട്. 3 ലക്ഷം ഉറുപ്പിക ഒരു ദിവസത്തേക്ക് ആവശ്യമുണ്ട്. ആ നിലക്ക് മാസത്തേക്ക് എത്ര വരുമെന്ന് നിങ്ങൾക്ക് കൂട്ടിയാൽ അറിയാം. ആ വലിയ ചെലവിലേക്ക് അതിന് പുറമെ ഒരു 20 ഏക്കർ സ്ഥലം വാങ്ങിയതിലേക്ക് എല്ലാം ഒരുപാട് കാശ് ആവശ്യമുണ്ട്. ആ കാശ് ആരോടോ കിട്ടുമോ നോക്കാനാണ് ഞാൻ നേരത്തെ വന്നത്. കുറച്ച് 2-3 ആള് സഹായിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് നീ സ്വീകരിക്കണേ അല്ലാഹ്. പിന്നീട് ഒരു മുതഅല്ലിമിനെ സ്പോൺസർ ചെയ്യാൻ, ഒറ്റ മുതഅല്ലിമിനെ ഒരു കൊല്ലത്തേക്ക് 18,000 ഉറുപ്പികയാണ് നിങ്ങൾ തരേണ്ടത്. സൗകര്യമുള്ള ആളുകളെല്ലാം ഒരു മുതഅല്ലിമിന്, ഒരു യതീമിന് ഒരു കൊല്ലത്തേക്ക് വളർത്തിയെടുക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്ത് 18,000 രൂപ നിങ്ങൾ തരണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതിന് ഇപ്പോൾ ഇല്ലെങ്കിൽ റഷീദ് സഖാഫി ഇവിടെ ഉണ്ട്. അദ്ദേഹം നിങ്ങളുമായി ബന്ധപ്പെടും. അദ്ദേഹം മുഖേന എത്തിച്ചു തരണമെന്ന് ഞാൻ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വളരെ പ്രയാസമാണ് ഇപ്പോൾ കുട്ടികളെ വളർത്താൻ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എല്ലാ സാധനങ്ങൾക്കും വില കയറി. ഗൾഫിൽ ആണെങ്കിൽ ജോലികൾ പലർക്കും നഷ്ടപ്പെട്ട് അങ്ങനെ വിഷമിക്കുകയാണ്. അല്ലാഹുവേ, ഗൾഫ് രാജ്യങ്ങളെ നീ വിഷമത്തിലേക്ക് എത്തിക്കല്ലേ അല്ലാഹ്. അവിടെ ജോലി ചെയ്യുന്ന ആളുകൾക്കെല്ലാം നീ ജോലി ഉറപ്പു കൊടുക്കണേ അല്ലാഹ്. അവരെ പിരിച്ചുവിടപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ അല്ലാഹ്. റഹ്മാനുറഹീമായ റബ്ബേ, ഗൾഫ് രാജ്യങ്ങളെ കൊണ്ടാണ് മിക്കവാറും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് അവിടെയുള്ള ബർക്കത്ത് നീ കുറക്കല്ലേ അല്ലാഹ്. നീ കുറക്കല്ലേ അല്ലാഹ്. ഞങ്ങൾക്കും അവർക്കും എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഖത്തറിലെ സജീവ പ്രവർത്തകൻ വൈലൂരിലെ മുഹമ്മദിന്റെ 4 വയസ്സ് കുട്ടി ഇന്നലെ വെള്ളത്തിൽ മുങ്ങി മരിച്ചുപോയി. അല്ലാഹു തആല രക്ഷിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ. അല്ലാഹു തആല ആ കുട്ടിക്ക് സ്വർഗം കൊടുക്കട്ടെ. ആ രക്ഷിതാക്കൾക്ക് അല്ലാഹു ക്ഷമ കൊടുക്കട്ടെ. അതുപോലെ നമ്മളെ പല ആളുകളും അടുത്ത ദിവസം മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു അവർക്ക് എല്ലാവർക്കും റഹ്മത്ത് ചൊരിച്ചു കൊടുക്കട്ടെ. മർക്കസിലെ ഒരു സഖാഫി, ഷിമോഗയിൽ ഒരു സഖാഫി ഇന്നലെ, തസ്ലീം സഖാഫി, ആ വാഹന അപകടത്തിൽ മരണപ്പെട്ടു. അല്ലാഹു തആല സഖാഫിയുടെ ദോഷങ്ങൾ പുറത്തു കൊടുക്കട്ടെ. ആമീൻ. ഇത് വായിക്കാനാവില്ല, അത് ചെറിയ എഴുത്താണ്. മഹമ്മൂദ്, ഇത് വായിക്കാനാവില്ല, വളരെ ചെറിയ എഴുത്താണ്. വിഷയം പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ വായിക്കണ്ട. എന്താണ് നിങ്ങൾക്കും കാണുന്നില്ല അത്?
അതേപോലെ ഹാസിലി ദ്വാരക്കാരാണ്. കത്തിൽ പറഞ്ഞത് വിഷയം എന്താണെന്ന് അള്ളാഹു അറിയും. അള്ളാഹു തആല സാധിപ്പിച്ചു കൊടുക്കട്ടെ, ഖൈറായ ഉദ്ദേശം പൂർത്തിയാക്കി കൊടുക്കട്ടെ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഈമാൻ സലാമത്താവാനും ദാരിദ്ര്യം ാണ്. അള്ളാഹു തആല നമ്മൾക്ക് എല്ലാവർക്കും ഈമാൻ സലാമത്താക്കി തരട്ടെ. ദാരിദ്ര്യം കൊണ്ട് മറ്റൊരാളുടെ ഗേറ്റിൽ കയറിച്ചെന്ന് കൈകാട്ടുന്ന അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. നമ്മളെ കടങ്ങളൊക്കെ അള്ളാഹു വീട്ടിത്തരട്ടെ. ഈമാനും ഹിദായത്തും അള്ളാഹു ഏറ്റിത്തരട്ടെ. ആഫിയത്തിന് അള്ളാഹു ഏറ്റിത്തരട്ടെ. ഈമാനും ഹിദായത്തും ആഫിയത്തും ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അള്ളാഹ്. ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അള്ളാഹ്. برحمتك يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. ആരെങ്കിലും ഉണ്ടോ ഒരു യതീം കുട്ടിനെ ഒരു മുതഅല്ലിമിനെ സ്പോൺസർ ചെയ്യുന്ന ആളുണ്ടെങ്കിൽ പറയാം. വിമൻസ് കോളേജ് വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ സമ്മേളന മാഗസിൻ പ്രകാശനം വേദിയിൽ നടക്കുന്നു. അഭിവന്ദ്യരായ ഖമറുൽ ഉലമ ഉസ്താദ് ഹസനുൽ ബസ്രി അബുദാബി കമ്മിറ്റി പ്രസിഡന്റ് ആർ ഇബ്രാഹിം ഹാജിക്ക് നൽകി സമ്മേളന മാഗസിൻ പ്രകാശനം നടത്തുന്നു. വിമൻസ് കോളേജ് വിദ്യാർത്ഥിനികൾ തയ്യാറാക്കിയ സമ്മേളന സ്പെഷ്യൽ പ്രകാശന കർമ്മം വേദിയിൽ നടക്കുന്നു. ഏറ്റുവാങ്ങുന്നത് ആർ ഇബ്രാഹിം ഹാജി.